ജഗന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജഗനെ ഡയറക്ട് ചെയ്തു. ഞാനിവിടെ ധൈര്യമായിട്ട് ഇരുന്നോട്ടെ. പിന്നെ ഒരു അഭിമാനത്തോടെ ഇരിക്കാം. എന്റെ തമ്പുരാനെ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. മക്കളെ പറ്റിയ ഒരു രണ്ട് നല്ല ഞാൻ അവന്റെ അമ്മയായതുകൊണ്ട് പറയുമല്ലോ. ആണോ? അല്ലല്ലോ. നേരല്ലേ എനിക്ക് ഒരു കഥ കൂടി ഇപ്പൊ അപ്പോഴാണ് പറയണതെന്ന് എനിക്കറിയില്ല. ചന്ദ്രലേഖയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ് ആറാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടന്നത്. അതിനിടയിലാണ് ജഗൻ പ്രഗ്നന്റ് ആയിരുന്നതും ജഗന്റെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് ജഗൻ ഉണ്ടാവുന്നതായിട്ട് ബന്ധപ്പെട്ട് ഷാജിയേട്ടൻ ഒരു 3 ദിവസം ഷൂട്ടിങ്ങിന് വന്നില്ല. ആ ദിവസമാണ് ഹരിമുരളീരവം എന്ന് പറയുന്ന പ്രിയൻ സാറെ ഷൂട്ട് ചെയ്തത്. അപ്പം ഷാജിയേട്ടൻ ആ സമയത്ത് ജഗൻ ഉണ്ടാവുന്ന സമയത്ത് വന്നു. അപ്പൊ ആ സമയത്ത് സാർ 2 ദിവസം ഷൂട്ട് ചെയ്ത സമയത്താണ് ചന്ദ്രലേഖയുടെ കുറച്ച് പാക്ക് ഷോട്ട്സ് ഉണ്ടായിരുന്നു. മാമുക്കോയെ ഇടിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീക്വൻസ്. അതും കൂടി ഈ ഹരിമുരളീരവം പാട്ട് ഷൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ സാർ ഷൂട്ട് ചെയ്തു. അപ്പം സാറിനോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഷാജി പോയിരിക്കാടോ കുഞ്ഞുണ്ടാവും പോവാ എന്ന് പറഞ്ഞിട്ട് സാർ മെഡ്രാസിൽ നിന്ന് പോകുന്നത് ഞാനിപ്പോ വന്നപ്പോ എന്നോട് വന്ന് പറഞ്ഞ പ്രിയനെ ഏൽപ്പിച്ചേച്ചാ വന്നേ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോയപ്പോ എന്നോട് പറഞ്ഞു പോയിക്കോ ഞാൻ ദാ വരുന്നു. ഞാൻ പറയാ എവിടത്? ഞാൻ ദാ വരുന്നു പോയിട്ടോളാ. അപ്പോഴെന്നോട് പറഞ്ഞിങ്ങനെ ഞാൻ പ്രിയൻ സാറിനെ ഏൽപ്പിച്ചു. അപ്പൊ ചന്ദ്രലേഖയുടെ എഡിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പാച്ച് ഷോട്ട്സ് ഉണ്ടായിരുന്നു. കുറച്ച് ഷോട്ടുകൾ ഉണ്ടാവുമല്ലോ, ക്ലോസപ്സ് മിസ്സിംഗ് ഷോട്ട്സ്, മാമുക്കയുടെ ഒക്കെ ഷോട്ട്സ്. മാമുക്കയുടെ അപ്പൊ ആ ഷോട്ട്സ് എല്ലാം സാർ മാർക്ക് ചെയ്ത് പേപ്പറിൽ എഴുതി വാങ്ങാൻ. അന്ന് ഈ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന സമയം പേപ്പറിൽ എഴുതി വെക്കണം. അത് എഴുതി സാർ കവറിലാക്കി പറഞ്ഞിങ്ങനെ ഷാജി 3 ദിവസത്തേക്ക് ഉണ്ടാവില്ല, അപ്പോ ഞാനിന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാൻ നിന്നു. അപ്പൊ അതിന്റെ ആറാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന്റെ ബാക്കി ടൈമിൽ ഇതിന്റെ പാച്ച് ഷോട്ട്സ് കൂടെ എടുത്തിട്ടാണ് വന്നത്. സാർ എടുത്തു. ഓ പിന്നെ അല്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ജഗന്റെ ഫിലിമിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോ എന്റെ കാലം നിശ്ചയിച്ചിരിക്കുന്ന എന്താ അല്ലേ.